بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിച്ച് പാലിച്ച് പരലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന സച്ചരിതരിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവൻ വിജയിച്ചു. സ്വർഗത്തിൽ പ്രവേശിക്കുക, അതിൻ്റെ അനുഭൂതികൾ നുകരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുള്ള മഹാഭാഗ്യം നമ്മുടെ തൗഹീദും ഈമാനും കാരണമായി നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. യുത്വാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബ് വഅക്വാബ്. സ്വർഗവാസികൾക്കിടയിലൂടെ സ്വർണത്തിൽ നിന്നുള്ള തളികകളും ചഷകങ്ങളുമായി അവിടുത്തെ ദാസന്മാർ, വേലക്കാർ, ഭൃത്യന്മാർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലസുൽ അയുൻ വഅൻതും ഫിഹാ ഖാലിദൂൻ. സ്വർഗത്തിൽ അവർക്ക് അവരുടെ മനസ്സുകൾ കൊതിക്കുന്നതും അവരുടെ കണ്ണുകൾ ആനന്ദിക്കുന്നതും ഉണ്ടായിരിക്കും. അവിടെ അവർ അനശ്വരരാണ്. സൂറത്തു സുഖ്റുഫിലെ 71-ാമത്തെ ആയത്ത്. അലാ സുറുറിൻ മൗദൂന. സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിലാണ്. മുത്തഖീന അലൈഹ മുതഖാബിലീൻ. അവർ പരസ്പരം അഭിമുഖമായിരുന്ന് ആ കട്ടിലുകളിൽ, സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗത്തിൽ ആ ചാരിയിരിക്കുന്ന സമയത്ത് യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ. അനശ്വരത്വം നൽകപ്പെട്ട കുട്ടികൾ അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ബി അക്വാബിൻ വ അബാരിഖ് വ കഅസിൻ മിൻ മഈൻ. ചഷകങ്ങളുമായി, അതേപോലെ തന്നെ വാൽക്കിണ്ടികളുമായി, തെളിനീരിൻ്റെ പാത്രങ്ങളുമായി, കോപ്പകളുമായി. അപ്പോൾ അവിടെ സ്വർഗത്തിൽ പാനീയം വിളമ്പിക്കൊടുക്കുന്ന കോപ്പകളെ സംബന്ധിച്ചും വാൽക്കണ്ടികളെ സംബന്ധിച്ചുമൊക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅയിലെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ജാഅ റജുലുൻ മിനൽ അൻസാർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഹ്സൂൻ. ഒരു മനുഷ്യൻ അൻസാറുകൾപ്പെട്ടയാളാണ്, റസൂലിന്റെ അരികിലേക്ക് സങ്കടത്തോടെ കടന്നു വന്നു. വളരെ ദുഃഖിതനായി അദ്ദേഹം കാണപ്പെട്ടു. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ നബി ചോദിച്ചു, യാ ഫുലാൻ, ഓ മനുഷ്യ, മാലീ അറാക മഹ്സൂനൻ. എന്തുപറ്റി? നിന്നെ ഞാൻ ഇന്ന് സങ്കടത്തിലാണല്ലോ കാണുന്നത്. ഇത്രയും വലിയ വിഷാദം എന്താണ്? നിന്റെ മുഖത്തെന്താണ് ഇത്ര പ്രയാസം? ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഷൈഉൻ, ഒരു കാര്യമുണ്ട്, ഫക്കർതു ഫീഹി, ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹുവ, ഏത് കാര്യത്തെപ്പറ്റിയാണ് നീ ആലോചിച്ച് വിഷമിച്ചത്? ഖാല, അദ്ദേഹം പറഞ്ഞു, നഹ്നു നഗ്ദു അലൈക് വനറൂഹ്. ഞങ്ങൾ രാവിലെ നിങ്ങളുടെ അടുത്ത് വരും, വൈകുന്നേരവും ഞങ്ങൾ താങ്കളുടെ അടുത്തേക്ക് വരും. നൻളുറു ഇലാ വജ്ഹിക്, താങ്കളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. നബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
വനുജാലിസുക്, താങ്കളുടെ കൂടെ തന്നെ ഞങ്ങൾ ഇരിക്കാറുണ്ട്. എന്നാൽ വഗദൻ തുർഫഉ മഅൻ നബിയ്യീൻ ഫലാ നസ്ലു ഇലൈക്, നാളെ താങ്കൾ മറ്റ് അമ്പിയാക്കളുടെ അരികിലേക്ക് ഉയർത്തപ്പെടും അഥവാ മരണപ്പെട്ടു പോകും. ഇന്ന് അങ്ങയുടെ കൂടെ വന്നിരിക്കുന്നത് പോലെ നാളെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ പറ്റുകയില്ലല്ലോ. നിങ്ങൾക്ക് പരലോകത്തെത്തിയാൽ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കുമല്ലോ സ്ഥാനം, അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ അന്ന് ആലോചിച്ചിട്ടാണ് സങ്കടം എന്നാണ് പറഞ്ഞത്. ഫലം യറുദ്ദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅ, അയാൾക്കപ്പം നബി മറുപടി ഒന്നും കൊടുത്തില്ല. ഫാതാഹു ജിബ്രീൽ ബിഹാദിഹിൽ ആയ, അപ്പോൾ സൂറത്തു നിസായിൽ ഒരു ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അരികിലേക്ക് വന്നു. ഏതാണ് ആയത്ത്? വമൻ യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവർ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ആർക്കൊക്കെ അല്ലാഹു നിഅമത്ത് നൽകിയിട്ടുണ്ടോ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ടോ അവരുടെ കൂടെയായിരിക്കും. ആർക്കാണ് നിഅമത്ത് ചൊരിഞ്ഞത്? നബിമാരും സത്യം മാത്രം പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സിദ്ദീഖുകളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിനെ പോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ശുഹദാക്കൾ, നന്മകൾ പ്രവർത്തിക്കുന്ന തൗഹീദിൽ ജീവിക്കുന്ന സ്വാലിഹുകൾ, ഇങ്ങനെയുള്ള നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹുകളുടെ അഥവാ ഔലിയാക്കളുടെയും കൂടെയായിരിക്കും അവരെല്ലാവരും നാളെ സ്വർഗത്തിലും ഉണ്ടാവുക. വഹസുന ഉലൈക റഫീഖ, സ്വർഗത്തിലെ സൗഹൃദം എത്ര മികച്ചതാണ്. സ്വർഗത്തിലെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിലവാരമുള്ളവരാണ്. അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളുമാണ് സ്വർഗത്തിൽ പ്രവേശിച്ച മുഴുവൻ ആളുകളുടെയും ആത്മസുഹൃത്തുക്കളായി അവിടെ ഉണ്ടാവുക. ഈ ആയത്തറിഞ്ഞു. ഫബഅസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബശറഹു, നബി ആളെ വിട്ട് നേരത്തെ സങ്കടം പറഞ്ഞ ആ വ്യക്തിയെ വിളിച്ച് അയാൾക്ക് സന്തോഷം അറിയിച്ചു. നബിമാരുടെ കൂടെ തന്നെ നീ ഉണ്ടാകും, നാളെയും നിനക്ക് നബിയെ നേരിൽ കാണാനും സന്തോഷിക്കാനുമെല്ലാം സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നും ഇതേ നിവേദനം വന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ തഫ്സീർ ഇബ്ൻ കസീർ ഇതെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വർഗവാസികൾ അങ്ങേയറ്റം തെളിമയുള്ള മധുരമുള്ള ഹൃദ്യമായ പാനീയങ്ങൾ, തേനിന്റെ പാനീയം, സഞ്ചബീൽ സവിശേഷമായ ഇഞ്ചിനീര് കലർത്തിയ പാനീയം, പാലിന്റെ പാനീയം, അതേപോലെ തന്നെ മദ്യം. എങ്ങനെയുള്ള മദ്യം? നമ്മുടെ നാട്ടിലേതല്ല, അതീവ രുചികരമായ, ഒരിക്കലും ഛർദിലുണ്ടാക്കാത്ത, തലവേദന ഉണ്ടാക്കാത്ത, ആളുകളെ മൃഗമാക്കി മാറ്റാത്ത സവിശേഷമായ മദ്യത്തിന്റെ പാനീയം. വൽ കാഫൂർ, അതീവ സൗരഭ്യം നൽകുന്ന കർപ്പൂരം കലർത്തിയ പാനീയം. ഇതൊക്കെയാണ് സ്വർഗവാസികൾക്ക് അവരുടെ ചഷകങ്ങളിൽ കൂടി പഴച്ചാറുകൾക്ക് പുറമെ കുടിപ്പിക്കപ്പെടുന്നത് എന്ന് വിവിധ ആയത്തുകളുടെയും ഹദീസുകളുടെയും മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിൽ അവൻ എവിടെയെല്ലാം ആയിരിക്കുമ്പോഴും അവന് ചുറ്റും ഇത്തരം പാനീയങ്ങളുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ സേവകന്മാർ അവർക്ക് ഉണ്ടായിരിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ എന്ന് നമ്മൾ ഓതിയത് അതിനെക്കുറിച്ചാണ്. ഖുർആൻ പറയുന്നു അൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് വേണ്ടി രുചികരമായ മദ്യത്തിൽ നിന്നുള്ള അരുവികൾ അവിടെയുണ്ട്. വീണ്ടും പറയുന്നു യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, മുദ്രവെക്കപ്പെട്ട ഏറ്റവും മുന്തിയ കള്ളിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. ഖിതാമുഹു മിസ്ക്, ആ കള്ളുകുപ്പിയുടെ അടപ്പ് കസ്തൂരിയാണ്. വഫീ ദാലിക് ഫലയതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിലെ ഈ വിശിഷ്ടമായ പാനീയത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത്. വമിസാജുഹു മിൻ തസ്നീം, തസ്നീം എന്ന് പറയുന്ന സ്വർഗത്തിലെ തെളിനീരിൽ നിന്നാണ് ആ മദ്യത്തിലേക്ക് ചേരുവയുണ്ടാകുന്നത്. തസ്നീം എന്ന് പറഞ്ഞാൽ ഐനൻ, ഒരു അരുവിയാണ്. യശ്റബു ബിഹൽ മുഖറബൂൻ, അള്ളാഹുവിലേക്ക് അടുപ്പം നൽകപ്പെട്ട അടിമകൾ മാത്രമാണ് അതിൽ നിന്ന് കുടിക്കുന്നത്. അങ്ങനെയുള്ള സവിശേഷമായ പാനീയങ്ങൾ. വീണ്ടും പറയുന്നു വഅൻഹാറും മിൻ അസലിൻ മുസഫ, സൂറത്ത് മുഹമ്മദിൽ അവർക്ക് ശുദ്ധമാക്കപ്പെട്ട തേനിൽ നിന്ന്, ശുദ്ധമായ തേൻ. നമ്മുടെ നാട്ടിൽ ശുദ്ധമായ തേൻ ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ശരിക്കും ശുദ്ധമായ തേൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വിശ്വസിച്ച് തന്നാലും അങ്ങേയറ്റം വഞ്ചന നടക്കുന്ന ഒരു മേഖലയാണ് തേൻ എന്നെല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാരണവശാലും നിലവാരം കുറഞ്ഞ ഒരു തേൻ സ്വർഗത്തിലുണ്ടാവുകയില്ല. ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികൾ. പിന്നെ കാഫൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സഞ്ചബീൽ കർപ്പൂരത്തെക്കുറിച്ചും ഇഞ്ചിനീരിനെക്കുറിച്ചും. വയുസ്ഖൗന ഫീഹാ കഅസ, അവിടെ അവർ ചഷകങ്ങളിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. കാന മിസാജുഹാ സഞ്ചബീല, അതിന്റെ പാനീയത്തിൽ ഇഞ്ചിനീരിന്റെ കലർപ്പുണ്ട്, ചേരുവയുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കാഫൂറ,
കർപ്പൂരത്തിന്റെ ചേരുവയുള്ള പാനീയങ്ങളും പുണ്യവാന്മാർ സ്വർഗത്തിൽ കുടിക്കുന്നതാണ്. ഇതൊക്കെ വെള്ളിയാഴ്ച സുബഹിനൊക്കെ നമ്മൾ കേൾക്കുന്ന സൂറത്തുണ്ട്, സൂറത്തുൽ ദഹർ, ഹൽ അത്താൽ ഇൻസാനി, ആ സൂറത്തിൽ നിന്നുള്ള ആയത്തുകളാണ്. 4 ഇനം അരുവികളെക്കുറിച്ച് തന്നെ സൂറത്ത് മുഹമ്മദിൽ കാണാം. നമ്മൾ നേരത്തെ വായിച്ചു. എന്തൊക്കെയാ? മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ മാതൃക അതെന്താണ്? ഫീഹാ അൻഹാറും മിൻ മാ, സാധാരണ പാനീയത്തിൽ നിന്നുള്ള അരുവികൾ അവിടെയുണ്ട്. എന്നാൽ പാനീയമെന്ന് പറഞ്ഞാലോ ഗൈരി ആസിൻ, യാതൊരു പകർച്ചയും വരാത്ത, കലർപ്പുകളില്ലാത്ത, കലക്കില്ലാത്ത, കേടുകളില്ലാത്ത ശുദ്ധമായ പാനീയം. വഅൻഹാറും മിൻ ലബനിൻ ലൻ യതഗയ്യർ തഅമു, രുചിഭേദം വരാത്ത പാലിന്റെ അരുവികൾ. വഅൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദനം പകരുന്ന മദ്യത്തിൽ നിന്നുള്ള അരുവികൾ. വഅൻഹാറും മിൻ നസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൽ നിന്നുള്ള അരുവികൾ. ഇങ്ങനെ 4 തരം നദികൾ അവർക്ക് കുടിപ്പിക്കപ്പെടാനായി. സ്വർഗത്തിലെ പാനീയത്തെക്കുറിച്ചും ചഷകങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് പറഞ്ഞത്. ഇനി അവർക്ക് ഒരുക്കപ്പെട്ടതോ വലിയ കൊട്ടാരങ്ങളായിട്ടുള്ള മണിമേടകളാണ്. ലാക്കിനില്ലദീന തഖൗ റബ്ബഹും, എന്നാൽ തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, ലഹും ഗുറഫുൻ, അവർക്ക് മേടകളുണ്ട്, മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ, അതിനു മുകളിൽ പടുത്തുയർത്തപ്പെട്ട മണിമേടകൾ വേറെയുമുണ്ട്. ഇങ്ങനെ അടുക്കടുക്കായി കൂടുതൽ നിലകളുള്ള കൊട്ടാരങ്ങളാണ് അവർക്കുണ്ടാവുക. സൂറത്തുൽ സുമർ 20-ാമത്തെ ആയത്ത്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, സംയമനം പാലിച്ച് സഹനം പാലിച്ച് ജീവിച്ചതിന്റെ പേരിൽ അവർക്ക് സ്വർഗീയമായ മുറികൾ പ്രതിഫലമായി നൽകപ്പെടും. സൂറത്തുൽ ഫുർഖാൻ 75-ാമത്തെ ആയത്ത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വിവരിച്ചിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ, സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, മുറികളുണ്ട്. തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ, ആ മുറികളുടെ ഉൾഭാഗം പുറമെ നിന്നും പുറംഭാഗം അകത്തു നിന്നും കാണാവുന്ന വിധത്തിൽ മനോഹരമായ സുതാര്യമായ മറകളായിരിക്കും, ചുമരുകളായിരിക്കും അതിനുണ്ടാവുക. ഫഖാമ അഅറാബിയുൻ, ആ മനോഹരമായ സ്വർഗത്തിലെ റൂമുകളെക്കുറിച്ച്, കെട്ടിടത്തിലെ റൂമുകളെക്കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ ഒരു അഅറാബി എഴുന്നേറ്റ് നിന്നിട്ട് ഫഖാല, ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ഈ സവിശേഷമായ സ്വർഗീയ ഭവനം ആർക്കുള്ളതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം വഅതാമ അത്ആം വഅദാമ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആരാണോ നല്ല സംസാരം, നല്ലത് മാത്രം പറയാ, കള്ളം പറയാത്ത, പരദൂഷണം പറയാത്ത ആളുകൾ, നല്ല ഭക്ഷണം നന്നാക്കുന്നത് ആരാണ്? ഹലാല് മാത്രം ഭക്ഷിക്കുന്നവർ. പതിവായി നോമ്പെടുക്കുന്നവരാരാണ്? ഫർളുകൾക്ക് പുറമെ സാധ്യമാകുന്നതനുസരിച്ച് സുന്നത്തുകളായ നോമ്പുകളും എടുക്കുന്നത് ആരാണ്? ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരാണ്? അവർക്കാണ് ഈ സവിശേഷമായ സ്വർഗത്തിലെ റൂമുകൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഅറാബിക്ക് മറുപടി കൊടുത്തത്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഇമാം തുർമുദിയുടെ സുനനിൽ സ്വഹീഹായി വന്നത് കാണാം. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബിയിൽ നിന്ന് അദ്ദേഹം നിവേദനം ചെയ്തു, നബി പറഞ്ഞു, ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമതൻ മിൻ ലുഅ്ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ, ഉള്ളു പൊള്ളയായ ഒറ്റമുത്തിൽ നിന്നുണ്ടാക്കപ്പെട്ട ഒരു ഹൈമ, ഒരു തമ്പ്, മുത്തുകൾ കൊണ്ട് തയ്യാറാക്കപ്പെട്ട, ഒറ്റമുത്തുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ഒരു വലിയ തമ്പ് സത്യവിശ്വാസിക്ക് സ്വർഗത്തിലുണ്ടായിരിക്കും. തൂലുഹാ 60 മീല, 60 മൈലാണ് അതിന്റെ നീളം. ലിൽ മുഅ്മിനി ഫീഹാ അഹ്ലൂൻ, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ ഹൈമയിൽ അവർക്ക് ഭാര്യമാർ, ഇണകളുണ്ടായിരിക്കും. യതൂഫു അലൈഹിമുൽ മുഅ്മിൻ, സത്യവിശ്വാസി അവരിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഫലാ യറാ ബഅ്ളുഹും ബഅ്ള, പരസ്പരം അവർ കാണുകയില്ലെങ്കിലും ഇവർക്ക് ആനന്ദിക്കേണ്ടവരെ ഈ സ്വർഗവാസിക്ക് എല്ലാവരെയും കാണാനും കഴിയും എന്ന് സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി സ്വർഗത്തിന്റെ മണിമേടകളെ സംബന്ധിച്ച് വേറെയും റിപ്പോർട്ടുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ ജന്നതു മാ ബിനാഉഹാ, സ്വർഗം അതിന്റെ കെട്ടിടം എങ്ങനെയാണ്? സ്വർഗത്തിന്റെ കെട്ടിടങ്ങൾ എങ്ങനെയുള്ളതാണ്? ഖാല, നബി പറഞ്ഞു, ലബിനത്തും മിൻ ദഹബ് വലബിനത്തും മിൻ ഫിദ്ദ, സ്വർണത്തിന്റെ ഇഷ്ടികകളാലും വെള്ളിയുടെ ഇഷ്ടികകളാലും പടുത്തുയർത്തപ്പെട്ട കൊട്ടാരങ്ങളാണ് സ്വർഗത്തിൽ ഓരോ സത്യവിശ്വാസിക്കുമുള്ളത്. മിലാത്തുഹൽ മിസ്കുൽ അസ്ഫർ, അതീവ സൗരഭ്യം പരത്തുന്ന കസ്തൂരിയാണ് സ്വർഗത്തിൽ കല്ലുകൾ യോജിപ്പിക്കാനുള്ള സിമന്റ്. വഹസ്ബാഉഹൽ യാഖൂത്ത് വൽ മർജാൻ, അവിടെയുള്ള ചരൽക്കല്ലുകൾ മരതകങ്ങളും മുത്തുകളുമാണ്.
വത്തുറാബുഹ സഅഫറാൻ, സ്വർഗ്ഗത്തിന്റെ മുറ്റത്തുള്ള മണ്ണ് അത് സഅഫറാൻ കുങ്കുമമാണ്. മൻ യദ്ഖുൽഹാ യഖ്ലുദ് ഫീഹാ, അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാൾ അനശ്വരത്വം നൽകപ്പെടും, ഒരിക്കലും മരിച്ചു പോവുകയില്ല, പ്രായം കൂടുകയില്ല, യൗവനത്തിൽ എന്നേക്കുമായി നിലനിർത്തപ്പെടും. ഫീഹാ യൻഅം ലാ യബൂസ്, അവിടെ അവൻ സുഖാനുഭൂതികളിലാണ്, ക്ലേശങ്ങളോ അസുഖങ്ങളോ ഉണ്ടാവുകയില്ല. ലാ യഫ്നാ ശബാബുഹും, അവന്റെ യൗവനം നശിക്കുകയില്ല. വലാ തബ്ലാ സിയാബുഹും, വസ്ത്രങ്ങൾ ചുളിഞ്ഞു പോവുകയോ മുഷിഞ്ഞു പോവുകയോ ചെയ്യുകയില്ല. ഇതാണ് സ്വർഗ്ഗത്തിലെ കെട്ടിടങ്ങളിലേക്ക് അവർ കടന്നു ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഖുർആൻ പറഞ്ഞെന്താ? ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ, നീ എങ്ങാനും സ്വർഗ്ഗത്തെ കണ്ടാൽ, സ്വർഗ്ഗവാസിയെ കണ്ടാൽ, അപ്പോൾ അവിടെ നീ കാണുന്നത് അനുഭൂതിയും വലിയ അധികാരവുമാണ്. സ്വർഗത്തിൽ അവന് യഥേഷ്ടം കൈകാര്യം ചെയ്യാവുന്ന ഒരുപാട് അധികാരത്തിന്റെ തലവനായിട്ടാണ്. സ്വർഗത്തിൽ ഓരോരുത്തരും രാജാക്കന്മാരാണ്, ചക്രവർത്തിമാരാണ്, അധികാരികളാണ്. അടിമകളായിട്ട് ആരും സ്വർഗത്തിലില്ല. വേറൊരാളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ സ്വർഗത്തിലില്ല. അധികാരമുള്ള രാജാക്കന്മാരായിട്ടാണ് ഓരോ അടിമയും സ്വർഗത്തിലുണ്ടാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഷജറ, സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആം, ഒരു യാത്രികൻ ആ തണലിലൂടെ 100 വർഷം സഞ്ചരിക്കും. വലാ യഖതൗഹ, എന്നാലും അത് മുറിച്ചു കടന്നു തീർന്നിട്ടുണ്ടാവില്ല. ഒരൊറ്റ മരം, ആ മരത്തിന്റെ തണലിന്റെ അക്കരെ ആ ശീതളഛായ കടന്ന് മറികടക്കണമെങ്കിൽ 100 വർഷം. ഇഖ്റഉ ഇൻ ശിൽതും, നിങ്ങൾ വേണമെങ്കിൽ ഈ ആയത്ത് ഓതിക്കോളൂ. വദില്ലിം മംദൂദ്, നീണ്ടു കിടക്കുന്ന തണലുകൾ, ശീതളഛായകൾ. അപ്പൊ സ്വർഗത്തിന്റെ നീണ്ടു കിടക്കുന്ന തണലുകൾ 100 വർഷം സഞ്ചരിച്ചാലും മുറിച്ചു കടക്കാൻ അത്രയും ദൂരം ബാക്കിയുള്ള അങ്ങേയറ്റത്തെ ഹൃദ്യമായ തണലാണ് അവർക്ക് വേണ്ടി അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു കേൾക്കണം? സ്വർഗത്തിൽ ഒരു ചാട്ടവാർ കുത്തിവെക്കാനുള്ള സ്ഥലം. ചാട്ടവാർ എന്ന് പറഞ്ഞാൽ ഒരു വടി, അതിൻ്റെ അറ്റത്തൊരു വാർ, ഒരു തോലിന്റെ, ഒരു തുകലിന്റെ ഒരു വാർ. അതിങ്ങനെ കറക്കി വെച്ചാൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ നിൽക്കും. ആ ചാട്ടവാർ ഇങ്ങനെ കറക്കിയിട്ട് കുത്തിവെക്കും അറബികൾ. അപ്പോൾ ഒരു വടി, അതിന് ചുറ്റും വട്ടത്തിലുള്ള ഒരു ചെറിയ സ്ഥലം, ആ ചാട്ടവാർ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കാനുള്ള ഒരു സ്ഥലം. അതിനെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് അറിയാമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, ഒരു ചാട്ടവാർ കുത്തിവെക്കാനുള്ള സ്വർഗത്തിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള എല്ലാ മനോഹരമായ സ്ഥലങ്ങളെക്കാളും മികച്ചതാണ്. ഒരു ചാട്ടവാർ വെക്കാൻ ഏറ്റവും ഹൃദ്യമായ സ്ഥലമാണ്. നമ്മൾ പറയില്ല അതൊക്കെ നീ മോശമായ സ്ഥലത്തേക്ക് വെച്ചോ എന്ന് പറയാറില്ല. ചില സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുമ്പോൾ അതൊന്നും ഇവിടെ പുറത്ത് കൊലയിലൊന്നും വെക്കരുത്, മുന്നിലൊന്നും വെക്കരുത്, അതൊക്കെ നീ ബാക്കിൽ കൊണ്ടുപോയിക്കുന്നറിയും. സ്വർഗത്തിൽ ഏറ്റവും ചെറിയ, ഏറ്റവും മോശമായ എന്ന് നമുക്ക് തോന്നുന്ന ഏറ്റവും താഴ്ന്ന ഒരു വസ്തു വെക്കണമെങ്കിൽ ഏറ്റവും മുന്തിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഉയർന്ന വസ്തുക്കൾ, മുന്തിയ വസ്തുക്കൾ വെക്കാൻ എത്ര മുന്തിയ സ്ഥലമായിരിക്കും? സ്വർഗം മുഴുവൻ അങ്ങനെയാണ്. സ്വർഗത്തിൽ ആസ്വാദനവും സന്തോഷവുമല്ലാതെ, ഒരിക്കലും മടുപ്പിക്കാത്ത അനുഭവങ്ങളല്ലാതെ മറ്റൊന്നും സ്വർഗത്തിൽ സ്വർഗവാസിയെ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. മുഅത്തിബ് ബിൻ സുമയ്യ, അദ്ദേഹം സൂറത്തുർ റഅദിലെ 29-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചു. തൂബാലഹും വഹസ്നു മആബ്, അവർക്ക് മംഗളം, അവർക്ക് തൂബ എന്ന സുഗന്ധവൃക്ഷം, അവർക്ക് ഏറ്റവും മനോഹരമായ മടക്കസ്ഥാനം. സൂറത്തുർ റഅദിലെ 29. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുഅത്തിബ് പറയാണെന്ത്? തൂബ എന്ന് പറഞ്ഞാൽ തൂബ ശജറത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. ലൈസ ഫിൽ ജന്നത്തി ദാറുൻ, സ്വർഗത്തിലൊരു വീടുമില്ല. ഇല്ലാ യുളില്ലുഹാ ഗുസ്നുൻ മിൻ അഗ്സാനിഹാ, തൂബ എന്ന സുഗന്ധവൃക്ഷത്തിന്റെ ചില്ലകൾ നീണ്ട് തണൽ നൽകാത്ത ഒരു സ്ഥലവും സ്വർഗത്തിലില്ല എന്നാണ്. അങ്ങനെയുള്ള വഫീഹി അൽവാനു സിമാർ, വിവിധ ഇനം കനികൾ, ഒരേ മരത്തിൽ പല ഇനം കനികൾ. ഒരിക്കൽ നമ്മൾ പറിച്ചെടുത്ത് കഴിക്കുന്ന പഴമല്ല അതേ മരത്തിൽ നിന്ന് രണ്ടാമത് പറിച്ചെടുത്ത് കഴിക്കുന്നത്. കണ്ടാൽ ഒരുപോലെയാണ് തോന്നും, ഉത്തു മുത്തശാബിഹെന്നാണ്, സദൃശമായിട്ട് തോന്നും. പക്ഷേ ഓരോ സമയത്തും ഒരേ മരത്തിൽ നിന്ന് പറിച്ചു കഴിക്കുന്നത് വ്യത്യസ്ത ഇനത്തിലുള്ള, വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങളാണ്. വയഖൗ അലൈഹാ ത്വയ്റൻ കഅംസാലിൽ ബുഖ്, ആ തൂബ എന്ന വൃക്ഷത്തിങ്കലേക്ക് ഒട്ടകത്തെപ്പോലെ നീളമുള്ള കഴുത്തുകളുമായി പറന്നുവരുന്ന ഹൃദ്യമായ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന കിളികൾ അങ്ങോട്ട് പറന്നു വരും. അങ്ങനെ ആ മരത്തിൽ കിളികൾ, ഇങ്ങനെ സുന്ദരമായ കിളികൾ കഴുത്തു നീട്ടി പറന്നുവന്ന് ആ തൂബ എന്ന വൃക്ഷത്തിലിരിക്കുമ്പോൾ ഫൈദസ്തഹാ അഹദുഹും, സ്വർഗവാസികളിൽ ആർക്കെങ്കിലും കൊതി തോന്നിയാൽ ത്വയ്റൻ, ആ കിളിയെ
ദാഹു അവൻ ആ കിളിയെ ഒന്ന് വിളിക്കും, വാ എന്ന് പറയും. അവൻ ഭക്ഷണം കഴിക്കുന്ന സുപ്ര എവിടെയാണോ, മാഇദ ഭക്ഷണ തളിക എവിടെയാണോ, ആ കിളി ആ തളികയിലേക്ക് വന്നിരിക്കും. വാക്കല മിൻ അഹദി ജാനിബൈഹി ഖദീദ, ആ കിളിയുടെ ഒരു ഭാഗത്തു നിന്ന് ഉണങ്ങിയ രുചികരമായ മാംസം അവൻ പറിച്ചെടുത്ത് കഴിക്കും. വമിനൽ ആഖരി ശിവാൻ, അതേ കിളിയുടെ മറുഭാഗത്ത് പൊരിച്ചെടുത്ത മാംസവും കഴിക്കും. എന്നിട്ടോ സുമ്മ യഊദു തൈറൻ ഫയദ്ഹബ്, ആ കിളിക്കൊന്നും സംഭവിച്ചിട്ടില്ല, വേദനയില്ല, രക്തം ചൊരിയലില്ല, പെടയലില്ല, ഒന്നുമില്ല. ആ കിളി ഇങ്ങനെ നിന്നു തരും. നിങ്ങൾക്ക് ഏതുതരം പൊരിച്ചതാണോ, കരിച്ചതാണോ, ഉണക്കിയതാണോ. മുജവഫത്ത് ഉണക്കിയതിനാ ഖദീദ് എന്ന് പറയാം. അറബികൾ ഇങ്ങനെ ഇറച്ചി ഉണക്കി സൂക്ഷിക്കും, പിന്നെയും പിന്നെയും ഉപ്പിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ പറന്നു വന്ന കിളിയുടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉണങ്ങിയ മാംസം പറിച്ചെടുക്കാം, മറുഭാഗത്ത് നിങ്ങൾക്ക് പൊരിച്ചെടുത്തത് ശിവാൻ, മനസ്സിലായില്ലേ, ശവായ എന്ന് പറയില്ല, അതാണ് ശിവ, അത് നിങ്ങൾക്ക് ഈ കിളിയിൽ നിന്ന് പറിച്ചെടുക്കാം. ആ കിളി പിന്നെ സുമ്മയോ തൈറൻ ഫൈദ, അത് പറന്ന് അതിന്റെ സ്ഥലത്തേക്ക് തന്നെ പോകും. നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ പുതിയ പുതിയ നിങ്ങൾക്ക് ആനന്ദവും അതേപോലെ തന്നെ പിന്നെ നാവിൽ വെള്ളമൂറുന്ന, നിങ്ങൾക്ക് മനസ്സിൽ കൗതുകം ജനിപ്പിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഹൃദ്യമായ വ്യത്യസ്ത ഇനം കിളികളുടെ മാംസങ്ങൾ, വെറും ഒരു കോഴിയും താറാവും മാത്രമല്ല, എല്ലാ തരം കിളികളുടെയും മാംസങ്ങൾ വിവിധ സമയത്ത് വിവിധ രൂപത്തിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഒരു മരത്തിന്റെ വിവരണമായി പറഞ്ഞത്. ഒരു മരം എന്ന് പറഞ്ഞാൽ മരം മാത്രമല്ല, അതിലുള്ള പഴങ്ങളും അവിടെ പറക്കുന്ന കിളികളും അവിടെ സുഗന്ധം പരത്തുന്ന പൂക്കളും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സൗകര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുക. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് വരും. വാസ്തഫ്തിഹ്, ഞാൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിൻ, റിളവാൻ എന്ന പേരുള്ള സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, മൻ അൻത, താങ്കൾ ആരാണ്? ഫഅഖൂലു, ഞാൻ പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂൽ, അപ്പോൾ ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പറയും, ബിക ഉമിർതു, താങ്കളെ കൊണ്ട് എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട്, അല്ല അഫ്തഹ ലിഅഹദിൻ ഖബ്ലക്, താങ്കൾ വരുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് വേണ്ടിയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കരുത് എന്ന് എനിക്ക് കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞിട്ടുണ്ട്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന എന്റെ ഉമ്മത്തിലെ ആളുകൾ അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പൗർണമി നാളിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന സൗന്ദര്യമുള്ളവരായിരിക്കും. പിന്നീട് വരുന്നവർ ആകാശത്തിലെ തിളങ്ങുന്ന വ്യത്യസ്ത നക്ഷത്രങ്ങൾ കണക്കെ ആയിരിക്കും. അവിടെ മലമൂത്ര വിസർജനമില്ല. ലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യബ്സുഖൂന വലാ യതമഖതൂന, അവിടെ തുപ്പുകയോ മൂക്ക് പിഴിയുകയോ ചെയ്യുന്നില്ല. അംശാത്തുഹുമു ദഹബ്, അവരുടെ ചീർപ്പുകൾ സ്വർണ്ണമാണ്. വമജാമിറുഹുമുൽ ഉലുവ, ധൂപക്കുട്ടികൾ ഉലുവാൻ പുകയ്ക്കുന്നതാണ്. വറഷ്ഹുമുൽ മിസ്ക്, അവിടെ അവരുടെ വിയർപ്പ് എന്ന് പറഞ്ഞാൽ അത് കസ്തൂരിയാണ്. വാഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്, സ്വർഗ്ഗത്തിലെ എല്ലാവരും ഒരേ സ്വഭാവം, ഒരേ സംസ്കാരം, പരസ്പരം പകയില്ല, വെറുപ്പില്ല, എല്ലാവരും ഒരേ മനസ്സ്, ഒറ്റ മനസ്സ്. എത്ര സന്തുഷ്ടരായിരിക്കും അവർ. അലാ തൂലി അബീഹിം ആദം 60 ദിറാൻ, പിതാവായ ആദം അലൈഹി ഇസ്ലാമിനെ പോലെ 60 മുഴം ഉയരമായി വലുപ്പമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ജന്നാത്തു അദിൻ, നിത്യതയുടെ തോട്ടങ്ങൾ. യദ്ഖുലൂനഹ, സ്വർഗവാസികൾ ആ നിത്യതയുടെ ഒരിക്കലും ഇറക്കിവിടാത്ത സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും. വമൻ സ്വലഹ മിൻ ആബായിഹിം, ആ സ്വർഗവാസികളോടൊപ്പം നന്മ പ്രവർത്തിച്ച അവരുടെ പിതാക്കൾ. വഅസ്വാജിഹിം, നന്മയിലൂടെ തൗഹീദിൽ ജീവിച്ച അവരുടെ ഇണകൾ. വദുരിയാത്തിഹിം, അവരുടെ സന്താനങ്ങൾ. എല്ലാവരും അവരോടൊപ്പം സ്വർഗത്തിലേക്ക് വരും. സ്വർഗത്തിൽ കുടുംബങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കാം. നിബന്ധന എന്താണ്? ആ കുടുംബങ്ങൾ തൗഹീദ് ഈമാനുമുള്ളവരായിരിക്കണം. വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിലെ വാതിലുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി. ആ സ്വർഗത്തിലെ ഓരോ വാതിലുകളിലൂടെയും അവരെ സന്ദർശിക്കാനും സന്തോഷിപ്പിക്കാനും അതീവ സുന്ദരന്മാരായ മലക്കുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. സ്വർഗവാസികളുടെ അതിഥികൾ എപ്പോഴാ? രാവിലെയും വൈകുന്നേരമൊക്കെ വരുന്ന അതിഥികളാരാ? മലക്കുകളാണ്. അവിടുത്തെ രാവിലെ, അവിടുത്തെ വൈകുന്നേരം, ഇവിടുത്തെ രാവിലെയും അവിടുത്തെ വൈകുന്നേരമല്ല, കാരണം അവിടെ രാത്രിയില്ല. അവിടെ അവിടുത്തേതായ ഒരു കാലഘട്ടമാണ്. അവിടെ ദുനിയാവിന്റെ നീങ്ങിപ്പോകുന്ന ഒരു സമയം സ്വർഗത്തിൽ നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതായത് യജ്മഉ ബൈനഹും വബൈന അഹ്ബാബിഹിം ഫീഹാ മിനൽ ആബാഇ വൽ അഹ്ലീന വൽ അഹ്ലീന വൽ അബ്നായി,
സ്വർഗത്തിൽ തനിച്ചല്ല, മറിച്ച് അവർക്ക് പ്രിയപ്പെട്ടവർ, അതായത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ സന്താനങ്ങൾ, അവരുടെ സഹോദരങ്ങൾ, ഇവരെല്ലാം അവരുടെ കൂടെ ഒരുമിച്ചിരിക്കും. മിമ്മൻ ഹുവ സാലിഹുൻ ലിദുഖൂലിൽ ജന്നത്തി മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സാലിഹികളായ ആളുകളിൽപ്പെട്ട ബന്ധുക്കളും അവന്റെ കൂടെ ഉണ്ടാകും. സാലിഹികളാണെങ്കിൽ കാഫിറുകളോ ഫാജിറുകളോ തന്റെ ബന്ധുക്കളാണെന്ന് അവൻ ചിന്തിക്കുക പോലുമില്ല. ഒരാളുടെ വാപ്പ കാഫറാണെന്ന് വിചാരിക്കാം, ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കാം, സൃഷ്ടികളെ പൂജിക്കുന്നവരും സൃഷ്ടികളോട് ഇസ്തിഗ്ഹാസ ചെയ്യുന്നവരുമാണ് എന്ന് കരുതുക. അയാൾ നരകത്തിൽ പോയാൽ മക്കൾ സങ്കടപ്പെടുന്നില്ല. മക്കൾക്കൊരു സങ്കടമില്ല, സ്വർഗത്തിൽ സങ്കടമില്ലല്ലോ. മാത്രമല്ല അവർക്കിടയിൽ ബന്ധുത്വമില്ല. ഇവിടെ നമുക്ക് വാപ്പ എത്ര മോശക്കാരനാണെങ്കിലും വാപ്പ മോശമായി പെരുമാറുന്നയാളാണെങ്കിലും നമുക്ക് ബന്ധുത്വം ഫീൽ ചെയ്യും. സ്വർഗത്തിൽ നരകത്തിൽ പോകുന്ന ഒരാളോട് യാതൊരു ബന്ധുത്വവും ഫീൽ ചെയ്യുകയില്ല, അനുഭവപ്പെടുകയില്ല എന്നുകൂടി കൃത്യമായി ഇബ്നു കസീർ റഹിമഹുല്ലാ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സ്വാലിഹികളൊക്കെ അടുത്തിരിക്കുമ്പോൾ ലിതഖറഅഇനുഹും ബിഹിം, അവരൊക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് അവന് കൺകുളിർമയുണ്ടാകും. എത്രത്തോളം ഹത്താ ഇന്നഹു തുർഫഉ ദറജത്തുൽ അദ്നാ ഇലാ ദറജത്തിൽ ആയില, എല്ലാവരും വരുമ്പോൾ സ്വർഗത്തിലെ താഴെ തട്ടിൽ നിന്ന് മുകളിലെ തട്ടിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്യും. ബൽ ഇംതിനാനം മിനല്ലാഹി വ ഇഹ്സാന, മറിച്ച് ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനവുമാണ്. അല്ലാഹു ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയത്തഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്ത് തൂറിലെ 21 മുതൽക്കുള്ള ആയത്ത്. സത്യവിശ്വാസികൾ, സത്യവിശ്വാസത്തോടെ ആ സത്യവിശ്വാസികളായ മാതാപിതാക്കളെ പിന്തുടർന്നു പോകുന്ന മക്കൾ, വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ, ഈമാനിൽ വളർന്നു വന്ന അവരെ ഇത്തിബാഅ് ചെയ്ത മക്കൾ, അൽഹഖ്നാ ബിഹിം ദുർരിയത്തഹും, മാതാപിതാക്കളുടെ അരികിലേക്ക് അവരുടെ മക്കളെ ചേർത്ത് കൊടുക്കും. മക്കൾ സ്വർഗത്തിൽ താഴെ തട്ടിലാണെന്ന് വിചാരിക്കാം, മാതാപിതാക്കൾ അവരുടെ ഇബാദത്തുകൾ കൊണ്ട് മുകളിലാണെന്ന് കരുതുക. എന്നാൽ താഴെയുള്ള മക്കളെ മുകളിലുള്ള മാതാപിതാക്കളുടെ അരികിലേക്ക് എത്തും. ഇനി മാതാപിതാക്കൾ താഴെയും മക്കൾ മുകളിലുമാണെങ്കിലോ താഴെയുള്ള മാതാപിതാക്കളെ മുകളിലുള്ള മക്കളുടെ അരികിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്. അപ്പോൾ ബന്ധുമിത്രാദികളുടെ തഖ്വയും ദീനും പോലും തീർച്ചയായിട്ടും പരലോകത്ത് പ്രയോജനപ്പെടും തൗഹീദുള്ളവർക്കും സത്യവിശ്വാസികൾക്കും. ഇത് അള്ളാഹു അവർക്ക് ബോണസായി നൽകുന്ന ആനുകൂല്യമാണ്. ഇതിന്റെ പേരിൽ അള്ളാഹു ഇവർക്ക് മക്കളുടെ കൂടെ താഴെയുള്ള മാതാപിതാക്കൾക്ക് ചെന്നിരിക്കാൻ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ താഴെയുള്ള മക്കൾക്ക് ചെന്നിരിക്കാൻ അവരുടെ മറ്റ് ഏതെങ്കിലും അമലുകളുടെ പ്രതിഫലത്തിൽ അള്ളാഹു കുറവ് വരുത്തുകയൊന്നുമില്ല. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, അവരുടെ അമലിൽ അള്ളാഹു യാതൊരു കുറവും വരുത്തുന്നില്ല. കുല്ലും ബിമാ കസബ റഹീൻ, എല്ലാ മനുഷ്യരും അവർ പ്രവർത്തിച്ചതിന്റെ പണയവസ്തുവാണ്. പണയം എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ പണയവസ്തു പിന്നെ കടം തന്ന ആളുടെ മുതലാണ്. നമ്മൾ അള്ളാഹുവിന്റെ പണയവസ്തുവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ചതുപോലെ ജീവിച്ചാൽ, തൗഹീദും നിസ്കാരവും സക്കാത്തും നന്മകളും അങ്ങനെ നമ്മൾ ജീവിതം കൊണ്ടുവന്നാൽ ഈ പണയവസ്തു അള്ളാഹു തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കും. അതല്ലാത്ത പക്ഷം ഈ പണയവസ്തുവിനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കരിച്ചു കളയും എന്നുള്ളതാണ്. ഇത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. ഇത്രയും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സ്വർഗത്തിലെ ഒരു മാർക്കറ്റ്, സ്വർഗത്തിൽ വെള്ളിയാഴ്ച എന്ന ദിവസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദുനിയാവിലെ ദിവസങ്ങളൊന്നും അവിടെ കണക്കാക്കിക്കൂടാ. അവിടെ രാവും പകലും ഉള്ളതല്ല സ്വർഗം, സ്വർഗത്തിൽ പകൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ വെള്ളിയാഴ്ച എന്നൊരു സന്ദർഭം അള്ളാഹു യോജിച്ച പ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ ഇന്ന് പള്ളിയിലേക്കാണ് വരുന്നത്, അന്ന് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന ഫിൽ ജന്നത്തില സൂഖൻ, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, ഒരു മാർക്കറ്റുണ്ട്, ഒരു മാളുണ്ട്. യഉത്തൂനഹാ കുല്ല ജുമാഅത്തിൻ, എല്ലാ ജുമയിലും ആളുകൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഫതഹുബ്ബു റീഹ ശമാൽ ഫതഹ്സൂ ഫീ വുജൂഹിഹിം വസിയാബിഹിം, അപ്പോൾ ഒരു വടക്കൻ കാറ്റ്, നമുക്കറിയില്ല, സ്വർഗത്തിലെ സവിശേഷമായ ഒരു കാറ്റ് അവരുടെ മുഖങ്ങളെയും അവരുടെ വസ്ത്രങ്ങളെയും തഴുകി കടന്നുപോകും. വഖദിസ്ദാദൂ ഹുസ്നം വജമാല, ഈ ജുമുഅ ദിവസത്തിൽ ആ മാർക്കറ്റിലെ ആ പരിമളം പരത്തുന്ന കാറ്റ് അത് അവരുടെ ശരീരത്തിലൂടെ അവരുടെ വസ്ത്രത്തിലൂടെ ഇങ്ങനെ തഴുകിപ്പോകുമ്പോൾ അവരുടെ സൗന്ദര്യം വർദ്ധിക്കും. സ്വർഗത്തിലെല്ലാ ജുമുഅക്കും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കും നിരന്തരമായിട്ട്. അവിടെ പ്രായം കൂടലല്ല, സൗന്ദര്യം വർദ്ധിക്കലാണ് സ്വർഗത്തിൽ സംഭവിക്കുക. ഫയഖൂലു ലഹും അഹ്ലൂൻ, അങ്ങനെ ഫയർജൂന ഇലാ അഹ്ലിഹിം, അവർ ആ മാർക്കറ്റിൽ നിന്ന് കൗതുക വസ്തുക്കളൊക്കെ പർച്ചേസ് ചെയ്ത് ഒരുപാട് കൗതുക വസ്തുക്കൾ, സന്തോഷം വരുത്തുന്ന കാര്യങ്ങൾ അതൊക്കെയായിട്ട് അവരെവിടേക്ക് വരും? അവരുടെ കുടുംബത്തിലേക്ക് വരും. വഖദിസ്ദാദു ഹുസ്നം വജമാല, അവരുടെ സൗന്ദര്യവും അഴകും വർദ്ധിച്ചിട്ടുണ്ടാകും. ഫയഖൂലു ലഹും അഹ്ലൂഹും, അവരോട് സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്നവരുടെ ഇണകൾ ചോദിക്കും, അല്ലാഹുവാണേ സത്യം, ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നം വജമാല, ഞങ്ങളെ വിട്ടുപോയതിനു ശേഷം നിങ്ങൾക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ, അഴക് വർദ്ധിച്ചിട്ടുണ്ടല്ലോ
അവർ തിരിച്ചു പറയും ഫയഖൂലുൻ വഅൻതും വല്ലാ നിങ്ങളും അതെ അല്ലാഹുവാണേ സത്യം ലഖദ് ഇസ്തത്തും ബഅദന ഹുസനം വജമാല ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ സൗരഭ്യവും സൗന്ദര്യവും ഞങ്ങൾ വന്നതിന് ശേഷം കൂടിയിട്ടുണ്ട് എന്ന് അവരും പറയും എന്ന് പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ മഹത്തായ സ്വർഗത്തിന്റെ അനുഭൂതികൾ ഒന്നുപോലും വിടാതെ മുഴുവനായി നുകരാനുള്ള മഹാഭാഗ്യം നമ്മുടെ ഈമാനും ഇഖ്ലാസും തൗഹീദും കാരണമായി നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന വസിയത്ത് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. സ്വർഗത്തിന്റെ അനുഭൂതികളെ വിശദീകരിക്കുന്ന ഹദീസുകൾ സ്വഹീഹായത് 100 കണക്കിനാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സൗകര്യം എന്താണ്? അതിനേക്കാളും ചെറിയൊരു സൗകര്യമില്ല. അതായത് ചില ആളുകൾ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്നു വരുമ്പോൾ നരകത്തിലേക്ക് പതിക്കുന്ന ആളുകളെക്കുറിച്ച് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ശിക്ഷയുടെ ഒരു കാലാവധി കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. നരകത്തിലേക്ക് ആദ്യം വീണ ആളുകൾ ആദ്യം പൊക്കും. ഇത് അനശ്വര സ്വർഗം നിശ്ചയിക്കപ്പെട്ട മുശ്രിക്കുകളെ കുറിച്ചല്ല, നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല, കാഫറുകളെ കുറിച്ചല്ല. സത്യവിശ്വാസികൾ തന്നെ അവരുടെ പാപങ്ങൾ മാപ്പ് നൽകിയതിനു ശേഷവും ബാക്കി കിടക്കുമ്പോൾ ഒരണുത്തൂക്കം പാപം ബാക്കിയുണ്ടെങ്കിൽ അതിന് നരകത്തിലൊരു ശിക്ഷ ഏൽപ്പിച്ചതിന് ശേഷമേ തിരിച്ചു സ്വർഗത്തിൽ കൊണ്ടുവരും. അങ്ങനെ നരകത്തിൽ കരിക്കട്ടകളായി കിടക്കുന്ന ഓരോരുത്തരെ ഈ സിറാത്ത് പാലത്തിൽ നിന്ന് വീണ് നരകത്തിലെത്തിയ എല്ലാവരും പിന്നീട് സ്വർഗത്തിൽ വരും. ആദ്യമേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരാൾ ഒരിക്കലും മോചിപ്പിക്കപ്പെടുകയില്ല. അങ്ങനെ ഈ ഓരോ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ എവിടേക്ക്? സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ. മലക്കുകൾ വന്ന് അവരെങ്ങനെ വിളിച്ച് ഓരോരുത്തർ കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും, ഇനി ഒരാളും കൂടിയേ വരാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഈ അവസാനം ഇനി അയാൾക്ക് ശേഷം ഒരാൾ സ്വർഗത്തിലേക്ക് വരില്ല. ബാക്കിയൊക്കെ നരകമനശ്വരാക്കപ്പെട്ട മുഹല്ലദ് ഫിന്നാറായിട്ടുള്ള മുശ്രിക്കുകളും കാഫറുകളും നിസ്കരിക്കാത്തവരുമാണ് പിന്നീട് ബാക്കിയുള്ളത്. അവർ വലിയൊരു സ്വർഗത്തിൽ വരുന്നവരെക്കാളും എണ്ണത്തിൽ കൂടുതൽ നരകത്തിലുള്ളവരായിരിക്കും. പക്ഷേ ഇവിടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിൽ അവസാനത്തെ ആള് സ്വർഗത്തിലേക്ക് വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ആഖിറു റജുലിൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന അവസാനത്തെ മനുഷ്യൻ യംശി അല സിറാത്ത്, സിറാത്തിലൂടെ അയാൾ നടക്കും, മറത്തൻ വയക്ബു മറ, അയാളിങ്ങനെ എഴഞ്ഞു നടക്കും, വയൻകഫ്യു അല വജീഹി മറത്തൻ വതസ്ഫഹു നാറു മറത്തൻ, ചിലപ്പോൾ നരകത്തിന്റെ തീ വന്നിങ്ങനെ മുഖത്ത് തൊടും, ചിലപ്പോൾ അയാൾ തൊട്ടില്ല എന്ന് വരും. അങ്ങനെ അയാൾ ആ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴുകയും ഫൈദാ നജ്ജാഹുല്ലാഹു വഅബ്ബറ സിറാത്ത, അയാളെ അത് കടത്തി ഒരുപക്ഷെ രക്ഷപ്പെടുത്തും. ഇൽതഫത ഇലന്നാർ, അവൻ നരകത്തിലേക്കൊന്ന് നോക്കും, മിൻ ഖൽഫിഹി, അവന്റെ പിറകിൽ, ഫഹിയ തൽതരി, നരകം ഇങ്ങനെ ആളിക്കത്തുന്നത് ഈ സിറാത്ത് പാലം കിടക്കുന്ന ആ മനുഷ്യൻ കാണും. ഇങ്ങനെയൊക്കെ കടന്നു വന്ന് അവസാനം ഇങ്ങനെ എത്തുന്ന ഒരു സംഘം ആളുകളുണ്ട്. അതിലാണ് ഏറ്റവും അവസാനത്തെ ആൾ വരുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും പറയുന്നത്, തബാറകല്ലദീ നജ്ജാനി മിൻകി, നരകത്തോട് പറയാം, നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹു അനുഗ്രഹപൂർണ്ണൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലദീ അഅ്താനി മാ ലം യുഅത അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീന മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ ആദ്യകാലക്കാർക്കും അവസാനകാലക്കാർക്കും ഒന്നും നൽകാത്ത, ആർക്കും കൊടുക്കാത്ത അനുഭൂതികൾ എനിക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. ഇതാരാ പറയുന്ന അറിയോ? അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്ത അനുഭൂതി ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അയാൾ അവസാനം വന്ന് അയാളെ വിചാരം എനിക്കാണ് ഏറ്റവും കൂടുതൽ അനുഭൂതി. അത്രമാത്രം അനുഭൂതിയാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടന്നു വരുന്നവനും പറയുന്നത് എന്താണ്? എല്ലാവർക്കും നൽകിയതിനേക്കാളും അനുഭൂതി എനിക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി, അല്ലെ? അവരോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയും. സ്വർഗത്തിലേക്ക് ഫദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അവസാനമായി കടന്നു വരുന്നവനോട് പറയും. ഫയഅ്തിഹാ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ, സ്വർഗത്തിൽ എല്ലാ അനുഭൂതികളും നിറഞ്ഞു നിൽക്കുന്നതായി അവൻ കാണും. ഫയർജിഉ, അപ്പോൾ അവൻ സംശയത്തോടെ തിരിച്ചു പോകും. യാ റബ്ബി വജത്തുഹാ മൽആ, അവൻ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. അവൻ നോക്കിയപ്പോൾ സ്വർഗത്തിൽ നിറച്ചും ആളുണ്ട്. അവൻ അവസാനം വരുന്ന ആളാണല്ലോ. ഇവൻ വിചാരിച്ചത് എല്ലാവരും കയറി സ്വർഗം ഫുള്ളായി എന്നാണ്. സ്വർഗം നിറഞ്ഞു. റബ്ബ് പറയും, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്ക്. യാ റബ്ബി വജത്തുഹാ മൽആ, അല്ലാഹുവേ സ്വർഗം നിറഞ്ഞിരിക്കുന്നു, എനിക്ക് അങ്ങോട്ട് കയറാൻ സ്ഥലമുണ്ടോ? സ്വർഗത്തിൽ ഞാൻ വാതിലുള്ളോട് നോക്കിയപ്പോൾ നിറച്ച ആളാണ്. ഇയാൾക്ക് ആദ്യമേ എനിക്ക് സ്വർഗത്തിന് അവകാശമില്ലല്ലോ, അത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്ത ആളല്ലേ എന്ന സംശയത്തിലാണ് നിൽക്കുന്നത്. ഫയഖൂലു, അല്ലാഹു പറയും, ഇദ്ഹബു ഫദ്ഖുലിൽ ജന്ന,
നീ ആ സ്വർഗത്തിലേക്ക് പോ, നീ സ്വർഗത്തിലേക്ക് കയറ്, നിനക്ക് സ്വർഗത്തിന് അവകാശമുണ്ട്, നിനക്കവിടെ സീറ്റുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, അവൻ പറയും ഖദ് നസലന്നാസു മനാസിലഹും വഅഖദു അഖദാതിഹിം. റബ്ബേ, സ്വർഗവാസികളൊക്കെ സ്വർഗത്തിൽ കടന്നവരുടെ താവളങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു, സ്വർഗത്തിലുള്ള വിഭവങ്ങളെല്ലാം ഓരോരുത്തരും സ്വന്തമാക്കി എടുത്തു കഴിഞ്ഞു. ഇനി റബ്ബേ, എനിക്കവിടെ എന്ത് ബാക്കിയുണ്ട്? അവസാനത്തെ ആളല്ലേ, എനിക്കിനി എന്തെങ്കിലും ഉണ്ടോ സ്വർഗത്തിൽ? അപ്പൊ അള്ളാഹു അവനോട് പറയാണ്, അവന് തോന്നുകയാണ് ഫയുഹയ്യലു ഇലൈഹി അന്നഹ മൽആ, സ്വർഗം നിറഞ്ഞതായി അവന് ഭാവനയിൽ വരും. പയർജോപ്പം മടങ്ങിപ്പോകും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അപ്പൊ അള്ളാഹു അവനോട് പറയും ഫദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിൽ കയറിക്കോ, നിനക്ക് അവിടെ ഒരു സംഗതിയുണ്ട്. അവിടെ എന്താ ഉള്ളെന്നറിയാമോ? ഫഇന്നലക മിസ്ല ദുനിയാ, നിനക്ക് ദുനിയാവിലുള്ള അത്രയുമുണ്ട്. ദുനിയാവിന്റെ 1-ാം തീയതി മുതൽ ലോകം അവസാനിക്കുന്നത് വരെ ദുനിയാവിൽ സന്തോഷങ്ങളും ആനന്ദങ്ങളും സൗന്ദര്യങ്ങളും എത്രയുണ്ടായിരുന്നു അത് മുഴുവൻ അവിടെയുണ്ട്. ലോകത്തിന്റെ ആദിമകാലം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള സന്തോഷങ്ങൾ മാത്രം, അത്രയും നിനക്കവിടെയുണ്ട്. നൂറ്റാണ്ടുകളിൽ കോടിക്കണക്കിന് ജനങ്ങൾ ആസ്വദിച്ച അത്രയും വിഭവം നിനക്കൊരാൾക്ക് വേണ്ടി മാത്രമുണ്ട്. അപ്പം പറയാ റബ്ബി, എനിക്കത് മതി, റളീതു റബ്ബി, ഞാൻ തൃപ്തിപ്പെട്ടു. ദുനിയാവിൽ ആദ്യകാലം മുതൽ അവസാന കാലം വരെ എല്ലാവരും ആസ്വദിച്ച അത്രയും എനിക്കിപ്പോൾ കയറിയ കിട്ടുമെങ്കിൽ എനിക്കത് മതി എന്ന് പറയുമ്പോൾ റബ്ബ് പറയും എന്ത്? ഫലക മിസ്ലുഹു, നിനക്കതിന്റെ ഇരട്ടിയുമുണ്ട്. വമിസ്ലുഹു, അതിന്റെ ഇരട്ടിയുണ്ട്. വമിസ്ലുഹു, അതിന്റെ ഇരട്ടിയുണ്ട്. ഫമിസ്ലുഹു, അതിന്റെ ഇരട്ടിയുണ്ട്. യഖൂലു ഫിൽ ഖാമിസ, 5-ാമത്തെ ഇരട്ടി എന്ന് അല്ലാഹു പറയുമ്പോൾ പറയും റളീതു റബ്ബി, എനിക്കത് മതി. ദുനിയാവിൽ മുഴുവൻ മനുഷ്യരും മുഴുവൻ ജീവജാലങ്ങളും ആസ്വദിച്ച ആസ്വാദനങ്ങളും അതിന്റെ 5 ഇരട്ടിയും എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പറയാ റളീതു റബ്ബി, എനിക്കത് മതി, ഞാൻ തൃപ്തനായി റബ്ബേ. അപ്പൊ റബ്ബ് പറയാ ഫലക അശറു അംസാലി, നിനക്കതിന്റെ 10 ഇരട്ടിയുണ്ട്. അപ്പൊ എത്രയായി? 50 ഇരട്ടി. ദുനിയാവിൽ ആകമാനം എല്ലാവരും ആസ്വദിച്ച ആസ്വാദനങ്ങളുടെ 50 ഇരട്ടി സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ ആസ്വാദനങ്ങൾ വിധിക്കപ്പെട്ടയാൾക്കുണ്ടായിരിക്കും. മാഷാ അല്ലാഹ്, അതും 1-ാമത്തെ ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത്. പിന്നെ അങ്ങോട്ട് അത് പതിവ് പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ആസ്വാദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? വേറെ റിപ്പോർട്ടിൽ കുറച്ചുകൂടി വിശദമായിട്ട് മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അദ്നാ മൻസില, സ്വർഗത്തിലെ പദവി എന്താണ്? ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഉയർന്ന പദവി എന്താണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യഭാവനയിലും വിരിയാത്തത് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചു കേട്ട ഹദീസാണ്. ഏറ്റവും വലിയ പദവി എന്താണ്? അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച ആസ്വാദനങ്ങളാണ് എന്ന് പറയും. പക്ഷെ സ്വർഗത്തിലെ താഴെ പദവിയിൽ ആരാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിച്ച സമയത്ത് ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥ, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഒരു കരിക്കട്ടയാണ്. മാ ഉൽ ഹയവാൻ, ജീവജലം എന്ന് പറയുന്ന ഒരു സ്വർഗത്തിലൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ കുളിപ്പിച്ചപ്പോഴാണ് അവൻ സുന്ദരനായി മാറിയത്. വിവിധ വർണ്ണരാജികൾ ഇങ്ങനെ മാറിമറിഞ്ഞ് അതിസുന്ദരനായി മാറിയിട്ട് പിന്നെയാണ് അവനെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു കെട്ടിടത്തിൽ, ഒരു വലിയ കൊട്ടാരത്തിന്റെ മുറ്റത്തിരിക്കും. ആ മുറ്റത്ത് വലിയ സുന്ദരമായ ഒരു മരം, അതിന്റെ തണലാസ്വദിച്ച് അതിന്റെ കനികൾ ഭക്ഷിച്ചിരിക്കുമ്പോൾ മറ്റൊരു കൊട്ടാരം കാണും. റബ്ബേ, ഇതിനേക്കാൾ മനോഹരമാണ് കൊട്ടാരം, ഇവിടെ നിന്ന് അവിടേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ഈ അവസാനം വരുന്നു ചോദിക്കും. അപ്പൊ റബ്ബ് ചോദിക്കും, നിനക്ക് ഞാൻ തന്നില്ലേ, നീ ഇനി എന്നോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ നരകത്തിൽ നീ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നു. റബ്ബേ, ഉറപ്പായിട്ടും ഇനി ഞാൻ നിന്നോടൊന്നും ചോദിക്കില്ല, എനിക്ക് ആ കൊട്ടാരമുറ്റത്തുള്ള മരത്തിന്റെ ചോട്ടിലൊന്ന് കഴിച്ചു കൂട്ടണം. അപ്പൊ തൊട്ടടുത്ത കൊട്ടാരം, അവിടെ അവനിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും മനോഹരമായ ഒരു കൊട്ടാരം വേറെ കാണും. അതിന്റെ മുറ്റത്ത് ഇവിടെ കണ്ടതിനേക്കാൾ മനോഹരമായൊരു മരം വേറെ കാണും. അപ്പോൾ അവൻ റബ്ബിനോട് പറയും, റബ്ബെ, എനിക്ക് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിന്നോടൊരു കരാറുണ്ട്. എന്താ കരാറ്? ഇനിയൊന്നും ചോദിക്കൂല. പക്ഷെ ഇത് അവസാനത്തെ ചോദ്യമാണ്. ആ കൊട്ടാരമുറ്റത്ത് തന്നെ ഇരുത്തുമോ? മാഷാ അല്ലാഹ്, നമ്മൾ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ച് സന്തോഷിപ്പിക്കില്ലേ? എന്നതുപോലെ പുതിയ പുതിയ ആസ്വാദനങ്ങളും പുതിയ പുതിയ കൊട്ടാരങ്ങളും ഇവനെ കാണിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ആ സ്വർഗത്തിൽ കയറാൻ പറയുന്നത്. ഇവൻ വിചാരിക്കാൻ എത്രയും നേരം സ്വർഗത്തിലാണെന്ന്. ആ സ്വർഗത്തിലാണ് അവൻ ഇത്രയും വലിയ ഹൃദ്യമായ അനുഭൂതികൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മഹത്തായ അനുഭൂതികളെല്ലാം സത്യമാണ്. സ്വർഗം സത്യമാണ്. ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും തൗഹീദിലൂടെ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. തിൽക്കദ്ദാറുൽ ആഖിറ, അത് പരലോക ഭവനമാണ്. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ദുനിയാവിലെ ജാടയോ ഔന്നത്യമോ കുഴപ്പങ്ങൾ ഫസാദോ ഉദ്ദേശിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് നാം സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ശുഭപര്യവസാനം. നമ്മൾ തഖ്വയോടെ ജീവിക്കണം. നമ്മുടെ കുടുംബം തഖ്വയിലായിരിക്കണം.
അങ്ങനെ നമ്മൾ സ്വർഗ്ഗത്തെ മുഴുവനായി സ്വന്തമാക്കണം. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آل محمد.